പെയിൻ ഏർലി സ്റ്റേജിൽ കെയർ ചെയ്താൽ നമുക്ക് ഫ്രോസൺ ഷോൾഡർ വരെ അവോയ്ഡ് ചെയ്യാം. സാധാ ഷോൾഡർ പെയിനും ഫ്രോസൺ ഷോൾഡറും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് നോക്കാം. ഞാൻ നിങ്ങൾക്ക് സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഫ്രോസൺ ഷോൾഡറിനെ പറ്റി നോക്കാം. ഇപ്പോൾ ഫ്രോസൺ ഷോൾഡറിൽ ജോയിൻറ്റിൻ്റെ ക്യാപ്സ്യൂൾ സ്റ്റിഫായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ കൈ ഉയർത്തുമ്പോഴും സൈഡിലോട്ടൊക്കെ ആക്കുമ്പോഴും റൊട്ടേറ്റ് ചെയ്യുമ്പോഴൊക്കെ സിവിയർ പെയിൻ ആയിരിക്കും. നൈറ്റ് ആകുമ്പോൾ ഈ പെയിൻ കൂടുതലായിരിക്കും. സിമ്പിളായിട്ട് നമുക്കിതിൻ്റെ ഡിഫറൻസ് നോക്കാം. ഷോൾഡർ പെയിൻ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ പെയിൻ കാണും. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ മൂവ്മെൻറ്റ്സ് എല്ലാം നമുക്ക് പോസിബിൾ ആയിരിക്കും. ഒരു മൂവ്മെൻറ്റ്സിനും പ്രശ്നം കാണില്ല. തേർഡ് എന്ന് പറഞ്ഞാൽ ഇംപ്രൂവ്സ് ക്വിക്ക്ലി ആണ്, പെട്ടെന്ന് തന്നെ ഒരു മാറ്റം വരും. ഫോർത്ത് എന്ന് പറഞ്ഞാൽ മസിലിൻ്റെ ഒരു പ്രോബ്ലമാണ്. ഇനി ഫ്രോസൺ ഷോൾഡറിനെ പറ്റി നോക്കാം. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ പെയിൻ ഉണ്ടായിരിക്കും. മൂവ്മെൻറ്റ്സ് സെക്കൻഡ് എന്ന് പറയുമ്പോൾ മൂവ്മെൻറ്റ്സ് റെസ്ട്രിക്റ്റഡ് ആയിരിക്കും. അതായത് ഫ്ലെക്ഷൻ ചെയ്യുമ്പോഴും അബ്ഡക്ഷൻ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഒരു പെയിൻ ഫീൽ ആയിരിക്കും. തേർഡ് എന്ന് പറയുമ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മന്ത്സ് എടുക്കും റിക്കവറി ഉണ്ടാവാൻ വേണ്ടിയിട്ട്. ഫോർത്ത് എന്ന് പറഞ്ഞാൽ ഇത് ജോയിൻറ്റ് ക്യാപ്സ്യൂളിൻ്റെ പ്രോബ്ലം ആയിരിക്കും. ഷോൾഡർ പെയിൻ ഏർലി സ്റ്റേജിൽ കെയർ ചെയ്താൽ നമുക്ക് ഫ്രോസൺ ഷോൾഡർ വരെ അവോയ്ഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.